യൂട്യൂബർ തൊപ്പിക്കെതിരായ സ്ത്രീത്വത്തെ അപമാനിച്ചു എന്നുള്ള പരാതിയിൽ പെരിന്തൽമണ്ണ സബ് ജയിലിൽ റിമാൻഡിൽ കഴിയുന്ന മമ്മുവിനെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടു. കൂടുതൽ ചോദ്യം ചെയ്യലിന് കസ്റ്റഡി വേണം എന്നുള്ളതാണ് പോലീസിന്റെ ആവശ്യം. പോലീസ് അങ്ങനെ ആവശ്യപ്പെട്ടിരുന്നു. ഇപ്പോൾ കസ്റ്റഡിയിൽ വിടുകയാണ്. സോണൽ കൃഷ്ണ നമുക്കൊപ്പം ചേരുകയാണ്. സോണൽ, എത്ര ദിവസത്തെ കസ്റ്റഡിയിലാണ് ലഭിച്ചിരിക്കുന്നത്? ഷിഹാസ്, നിലവിൽ 2 ദിവസത്തെ കസ്റ്റഡിയിലാണ് ഈ മമ്മുവിനെ സ്ത്രീത്വത്തെ അപമാനിച്ചു എന്ന കേസിൽ കഴിഞ്ഞ ദിവസം അറസ്റ്റിലായി റിമാൻഡ് ചെയ്യപ്പെട്ട മമ്മുവിനെ മഞ്ചേരി പോലീസ് കസ്റ്റഡിയിൽ വാങ്ങിയിട്ടുള്ളത്. ഇതിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത് നിരവധി ക്രിമിനൽ കേസുകളിൽ ഉൾപ്പെടെ പ്രതിയായിട്ടുള്ള തൊപ്പി എന്ന് പറയുന്ന നിഹാദിനെ കണ്ടെത്തുക എന്നുള്ളതാണ്. നിഹാദിനെ കുറിച്ചുള്ള വിവരങ്ങൾ കൃത്യമായി ചോദിച്ചറിയാൻ തന്നെ ആണ് ഇത്തരത്തിൽ മമ്മുവിനെ ഇപ്പോൾ കസ്റ്റഡിയിലെടുക്കുന്നത്. വിശദമായിട്ട് ചോദ്യം ചെയ്യാനുണ്ട്. കാരണം നിരവധി പരാതികൾ ഈ നിഹാദിനെതിരെ, തൊപ്പിക്കെതിരെ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇയാൾ എവിടെയാണ് ഉള്ളത് എന്നതുൾപ്പെടെ, ഇയാളുടെ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങൾ എവിടെയാണ് എന്നതുൾപ്പെടെ കണ്ടെത്തേണ്ടതുണ്ട്. ഈ പരാതി ലഭിച്ച സമയം മുതൽ തന്നെ ഈ തൊപ്പി എന്ന് പറയുന്ന നിഹാദ് ഒളിവിൽ പോകുന്ന സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. നമുക്കറിയാം, കഴിഞ്ഞ 10-ാം തീയതി രാത്രി നടത്തിയ ലൈവ് ഷോയിലാണ്, അതായത് യൂട്യൂബ് ലൈവിലാണ് ഇത്തരത്തിൽ ഈ സ്ത്രീത്വത്തെ അപമാനിക്കുന്ന രീതിയിലുള്ള ഒരു പ്രസ്താവന ഉൾപ്പെടെ, ഓഡിയോ സന്ദേശം ഉൾപ്പെടെ മിസ്റ്റർ ഷമീർ എന്ന് പറയുന്ന യൂട്യൂബ് ചാനൽ വഴി പുറത്തുവിടുന്ന സാഹചര്യം ഉണ്ടായത്. അതിൽ പ്രധാനിയായി പറയുന്നത് തൊപ്പിയെയാണ്. പക്ഷേ അതോടൊപ്പം ഉണ്ടായിരുന്ന ലൈവ് സ്ട്രീമിങ്ങിൽ ഉണ്ടായിരുന്ന ആളുകളാണ് ഈ മമ്മു ഉൾപ്പെടെയുള്ള ആളുകൾ എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മഞ്ചേരി സ്വദേശിയുടെ പരാതിയിലാണ് ഇത്തരത്തിൽ ഇപ്പോൾ ഇവരെ അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. പ്രധാനപ്പെട്ട മറ്റു പരാതികൾ ആലുവ പോലീസ് സ്റ്റേഷനിലും തൊപ്പിക്കെതിരെ ഉണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. അതായാലും നിലവിലെ സാഹചര്യം അനുസരിച്ച് എത്രയും പെട്ടെന്ന് തൊപ്പി എന്ന് പറയുന്ന നിഹാദിനെ കണ്ടെത്തുക എന്നുള്ളതാണ് പോലീസിന്റെ പ്രധാനമായിട്ടുള്ള ലക്ഷ്യം. ഈ കേസിൽ നിലവിൽ മഞ്ചേരി സ്വദേശിനിയായിട്ടുള്ള യുവതി നൽകിയ കേസിൽ 4-ാം പ്രതിയാണ് ഈ മമ്മു. മറ്റ് പ്രതികളെ കൂടി ഇനി പിടികൂടേണ്ടതുണ്ട്. ഏതായാലും നിലവിലെ സാഹചര്യത്തിൽ തൊപ്പിയെ കണ്ടുപിടിക്കുക എന്ന കാര്യത്തിന് തന്നെയാണ്, ദൗത്യത്തിന് തന്നെയാണ് പോലീസ് പ്രഥമ പരിഗണന നൽകുന്നത്. ശരി, സോണൽ കൃഷ്ണയാണ് വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്.